നമ്മളുടെ വീടുകള്, ഹോട്ടലുകള്, ലോഡ്ജുകള്, സ്കൂളുകള് എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റിന് രണ്ട് രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അതേ രീതിയിൽ തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും. അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി വേറൊരു പ്രോഡക്റ്റ് ആക്കി നമുക്ക് വിൽക്കാൻ പറ്റും. രണ്ട് രീതിയിൽ വിറ്റാലും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രോഡക്റ്റ് ആര് വാങ്ങിയാലും, അതായത് മാർക്കറ്റിൽ നിന്ന് എൻഡ് യൂസർ കസ്റ്റമർ വാങ്ങുമ്പോൾ അവർ ബ്രാൻഡ് നോക്കി അല്ല വാങ്ങുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ബ്രാൻഡ് ആകുമ്പോഴാണ് ലോക്കൽ പ്രോഡക്റ്റും കൊണ്ട് ചെന്നു അതുകൊണ്ട് അത് വിൽക്കുന്നില്ല എന്നൊരു സംഭവം വരുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ പ്രൊപ്പോർഷൻ ആണ് വേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രോഫിറ്റ് സഹിതം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ലോഡ്ജുകൾ, സ്കൂളുകൾ, ഗവൺമെന്റ് ഓഫീസുകൾ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബൾക്കായിട്ട് ഓർഡർ ലഭിക്കും. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫിനൈൽ ആണ്. നമുക്കറിയാം, ബ്ലാക്ക് ഫിനൈൽ വാങ്ങി അത് വെള്ളമൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് വൈറ്റ് ഫിനൈൽ ആക്കി വേണമെങ്കിൽ വിൽക്കാം. ആ ഒരു പ്രോഡക്റ്റ് ബ്ലാക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നു, വേണമെങ്കിൽ നമുക്കത് വൈറ്റ് ആക്കി വിൽക്കാൻ പറ്റും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം പറയുന്നത്. കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുക. ഈ ഒരു അളവ് തന്നെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് കിട്ടും. ആദ്യം വേണ്ടത് റോസിനാണ് 3.63 kg. പിന്നെ വേണ്ടത് കാസ്റ്റർ ഓയിൽ ആണ് 1.45 ലിറ്റർ. പിന്നെ വേണ്ടത് കാസ്റ്റിക് സോഡയാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് 950 ഗ്രാം. പിന്നെ വേണ്ടത് ക്രസോട്ട് ഓയിൽ ആണ്, ലൈറ്റ് ക്രസോട്ട് ഓയിൽ. അതിനകത്ത് എന്താ പറയുന്നത് 25-30% കാർബോളിക് ആസിഡ് അടങ്ങിയതാണ് വാങ്ങിക്കേണ്ടത്. അത് 15 ലിറ്റർ വേണം. പിന്നെ വേണ്ടത് ശുദ്ധജലമാണ് വേണ്ടത്. RO വാട്ടർ തന്നെ മേടിക്കാൻ നമുക്ക് 3-4 ലിറ്റേഴ്സ് വേണം. ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു പാനില് നമ്മളുടെ റോസിനും കാസ്റ്റർ ഓയിലും കൂടെ ചൂടാക്കണം. അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അത് മെൽറ്റായി കഴിയുമ്പോൾ പതിയെ കാസ്റ്റിക് സോഡ സൊല്യൂഷൻ, അത് വെള്ളത്തിലിട്ട് ഒന്ന് സൊല്യൂഷൻ ആക്കി വെച്ചിരിക്കണം. അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മിക്സ്ചറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കോണം. ഓവർ ഹീറ്റ് ആകരുത്, ഓവർഫ്ലോ ആകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ സപ്പോണിഫിക്കേഷൻ സംഭവിക്കും. അതുവരെ നമ്മൾ ഇത് ചെറുതായിട്ട് തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സപ്പോണിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരു യൂണിഫോം മിക്സ്ചർ ആയിട്ട് ഫോം ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സപ്പോണിഫിക്കേഷൻ സംഭവിച്ച സാധനത്തിന്റെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നിങ്ങൾ വേറൊരു പാത്രത്തിലിട്ട് അതിനകത്തേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് ആകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ അത് ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു ഡ്രോപ്പ് ടെസ്റ്റ് ആണ് ഇതിനു വേണ്ടിയുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന RO വാട്ടർ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചെറുതായിട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഹോട്ട് മിക്സ്ചർ, അതായത് ബോയിൽ ചെയ്ത സാധനം നമ്മളൊരു സ്റ്റീൽ ഡ്രമ്മിലേക്കാണ് മാറ്റേണ്ടത്. പ്ലാസ്റ്റിക്കിലേക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല. എന്നിട്ട് നമ്മളുടെ ക്രസോട്ട് ഓയില് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം, ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ഇമൽഷൻ പരുവത്തിലേക്ക് അത് മാറുന്നത്, ഇമൽസിഫൈ ആകുന്നത്. അങ്ങനെ ആകുമ്പോഴാണ്. ഇനി അത് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രം സീൽ ചെയ്ത് അത് തണുക്കാനായിട്ട് അനുവദിക്കുക. 24 മണിക്കൂറെങ്കിലും വേണം പൂർണ്ണമായിട്ട് അത് തണുത്ത് കിട്ടണമെങ്കിൽ. സംഭവം കഴിഞ്ഞു. ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ വീണ്ടും പാക്ക് ചെയ്ത് അയക്കുന്നത്. ഇത് ബ്ലാക്ക് ഫിനൈൽ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്തേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലിറ്ററിന് വരുന്നത് 20 രൂപ തൊട്ട് 25 രൂപയ്ക്കുള്ളിൽ നിൽക്കും. പിന്നെ ബാക്കിയുള്ള നമ്മളുടെ കുപ്പികളെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്താലും 30 രൂപയ്ക്കുള്ളിൽ നിൽക്കും. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഫിനൈല് ബൾക്കായിട്ട് കിട്ടുന്നത് 95 രൂപ 100 രൂപ നിരക്കിലാണ് 1 ലിറ്ററിന് കിട്ടുന്നത്. ബൾക്കായിട്ട്, അതായത് ഹോൾസെയിൽ കിട്ടുന്ന ആ റേറ്റിലാണ്. അപ്പം റീറ്റെയിൽ ആകുമ്പോൾ അതിൽ കൂടുതൽ റേറ്റ് വരും. എങ്കിൽ പോലും വേണ്ട, നമുക്ക് ആ 90 രൂപ കിട്ടുകയാണെങ്കിൽ പോലും 60 രൂപ പെർ ലിറ്റർ ലാഭമാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ ലഭിക്കും. അവിടെ ചെന്നത് വാങ്ങിച്ചുകൊണ്ട് വരിക, അത് മിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു പക്ഷേ അവിടെ കെമിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡ് ലൈൻസ് തരികയും ചെയ്യും. കൃത്യമായിട്ട് അറിയാതെ ഇത് ചെയ്യാൻ പാടില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഫിനൈല്
മാർക്കറ്റിൽ കിട്ടും, ഹോൾസെയിലായിട്ട് കിട്ടും. ഞാൻ ആ പറഞ്ഞ റേറ്റ് ഒക്കെയാണ് വരുന്നത്. അത് വാങ്ങിക്കൊണ്ടുവന്ന് അതിലേക്ക് ആനുപാതികമായിട്ട് വെള്ളം മിക്സ് ചെയ്ത് വൈറ്റ് ഫിനൈലാക്കി നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.